ഹലോ കൂട്ടുകാരെ, 1992 പുറത്തിറങ്ങിയ ബീതോവൻ എന്ന സിനിമയുടെ എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ വീഡിയോ. ഒരു പെറ്റ് സപ്ലൈയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിപ്പെടുന്ന ബീതോവൻ എന്ന പട്ടിക്കുട്ടിയുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. ഹിയർ വി ഗോ ടു ദ മൂവി ബീതോവൻ. ലെറ്റ്സ് സ്റ്റാർട്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു പെറ്റ് സപ്ലൈ ആണ് കാണിക്കുന്നത്. രണ്ടുപേർ അന്നേരം ഒരു പുതിയ പട്ടിയുമായി അങ്ങോട്ട് വരുന്നുണ്ട്. അത് കണ്ട അതിന്റെ ഓണർ എനിക്ക് പപ്പീസിനെയാണ് വേണ്ടതെന്ന് പറയുവാണ്. അടുത്ത സീനിൽ മറ്റൊരു പെറ്റ് കെയർ ആണ് കാണിക്കുന്നത്. അവിടെ ഒരുപാട് ആളുകൾ വന്ന് കുഞ്ഞു പപ്പീസിനെ എല്ലാം നോക്കുന്നുണ്ട്. ദേ, ഈ കുഞ്ഞു ബെർണാഡ് പപ്പിയില്ലേ, ഇവനാണ് നമ്മുടെ നായകൻ. കാണാൻ നല്ല ക്യൂട്ടൊക്കെ ആണെങ്കിലും ഇവനെ ആരും വന്ന് വാങ്ങുന്നില്ല. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ പെറ്റ് സപ്ലൈയിലെ 2 പേർ വന്ന് ഈ പെറ്റ് ഷോപ്പിൽ നിന്ന് മോഷ്ടിക്കുവാണ്. അവിടുത്തെ കുഞ്ഞു കുഞ്ഞു പപ്പീസിനെയാണ് അവർ മോഷ്ടിക്കുന്നത്. നമ്മുടെ ബെർണാഡ് പപ്പിയെയും അവരെടുത്തു. എന്നിട്ട് ഇവയെല്ലാം ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുവാണ്. അന്നേരം ഒരു കൂട് തുറന്ന് ഒരു പപ്പി വെളിയിൽ വരുന്നുണ്ട്. അവൻ ബെർണാഡ് പപ്പിയെയും രക്ഷിച്ചു. അങ്ങനെ ഇവര് രണ്ടും കൂടി അവരിൽ നിന്ന് രക്ഷപ്പെടുവാണ്. അങ്ങനെ നമ്മുടെ ഈ പട്ടിക്കുട്ടൻ ഒരു വേസ്റ്റ് ബിന്നിലാണ് ഒളിച്ചിരുന്നത്. അവൻ പിറ്റേന്ന് ഒരു വീട് തേടി നടക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു പൂച്ച അവനെ പേടിപ്പിക്കുന്നെല്ലാമുണ്ട്. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മുടെ പട്ടിക്കുട്ടൻ കണ്ടത്. അങ്ങേര് പത്രക്കാരൻ പയ്യന്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങാനായി ഇറങ്ങിയതാ. പക്ഷെ ആ പയ്യൻ വേണൽ പെറുക്കിയെടുത്തോ എന്ന പോലെ പത്രം എറിഞ്ഞ് ഒറ്റപ്പോക്ക്. പത്രവും എടുത്ത് വീട്ടിൽ കയറാൻ തുടങ്ങിയ അയാൾക്ക് പിന്നാലെ നമ്മുടെ പട്ടിക്കുട്ടനും വീടിനകത്ത് കയറി. ഇങ്ങേരാണ് ജോർജ് ന്യൂട്ടൺ. നമ്മുടെ പട്ടിക്കുട്ടൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവിടെ ഒക്കെ ഇങ്ങനെ നടക്കുവാണ്. എന്നിട്ട് അവസാനം ഇയാളുടെ ഇളയ മകളായ എമിലിയുടെ അടുത്ത് പോകുവാണ്. അപ്പോഴാണ് പട്ടിക്കുട്ടനെ അവരെല്ലാം കണ്ടത്. അച്ഛൻ വാങ്ങിയതാണെന്ന് കരുതി അവരെല്ലാം ജോർജിന്റെ അടുത്ത് പോയി താങ്ക്സ് എല്ലാം പറയുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അയാൾക്ക് പട്ടികളെ വീട്ടിൽ വളർത്തുന്നതേ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ മക്കളോട് ഇക്കാര്യം പറയാൻ ജോർജ് പോകുവാണ്. ആലീസ് ഇയാളുടെ ഭാര്യയാണ്. അവർക്കറിയാമായിരുന്നു മക്കൾ അതിന് സമ്മതിക്കില്ലെന്ന്. അവരാണേൽ ആ പട്ടിക്കുട്ടനോട് വലിയ സ്നേഹത്തിലാണ്. അങ്ങനെ നമ്മുടെ ജോർജ് ഇതിന്റെ ഓണറിനെ കിട്ടുന്നത് വരെ ആ പട്ടിക്കുട്ടിയെ വളർത്താമെന്ന് സമ്മതിക്കുവാണ്. അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടന് ഒരു പേര് വേണ്ടേ? അന്ന് രാത്രി എല്ലാവരും ചേർന്ന് അവനൊരു പേര് കണ്ടുപിടിക്കുവാണ്. റെയ്സും ടെഡും എമിലിയുടെ സഹോദരങ്ങളാണ്. അവരെല്ലാം ഓരോ പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടി എമിലി അന്നേരം കീബോർഡിലൂടെ ഒരു പേര് സജസ്റ്റ് ചെയ്യുവാണ്. ബീതോവൻ. ബീതോവൻ അങ്ങനെ ആ വീട്ടിലെ ഒരു അംഗമാകുവാണ്. പക്ഷേ ജോർജിന് ഇതൊന്നും അത്ര കാര്യമായി അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല. വീട് മുഴുവൻ അവൻ വൃത്തികേടാക്കുമെന്നാണ് അങ്ങേരുടെ വിഷമം. അങ്ങനെ ബീതോവനെ അങ്ങേര് വെളിയിൽ ഒരു കൂടിലാക്കുന്നുണ്ട്. നോ രക്ഷ, പിള്ളേർ അവനെ പിന്നെയും അകത്ത് കയറ്റും. അങ്ങനെ നമ്മുടെ ബീതോവൻ വളർന്ന് നല്ല സുന്ദരനായി മാറി. ജോർജിന് കിട്ടിക്കൊണ്ടിരുന്ന പണിയുടെ അളവും കൂടി. നമ്മുടെ ജോർജിന്റെ ലൈഫ് ബീതോവൻ നക്കി എന്ന അവസ്ഥയായി. അങ്ങനെ ഒരു ദിവസം കോൺഫറൻസ് മീറ്റിന് പോകാനിരുന്ന നമ്മുടെ ജോർജിന്റെ പാന്റിൽ ബീതോവൻ വൃത്തികേടാക്കുവാണ്. അതിനിങ്ങേറി ചൊറിയുന്നത് കാണാൻ നല്ല രസമാണ്. അങ്ങനെ പുള്ളിക്കാരൻ എല്ലാം ക്ലിയർ ആക്കി നമ്മുടെ ബീതോവനെ വെളിയിലെ കൂടിലാക്കുവാണ്. നമ്മുടെ ബീതോവൻ ആരാമോൻ, അവൻ കൂടിന്റെ സൈഡിലൂടെ ഒരു മാളമുണ്ടാക്കി വെച്ചേക്കുവാണ്. ഈ സമയം നമ്മുടെ ജോർജ് കമ്പനിയിൽ പോകുമ്പോൾ ആലീസ് അങ്ങേരെ വിഷ് ചെയ്യുന്നുണ്ട്. അയാളെ നനച്ചിട്ടാണ് അവൾ വിഷ് ചെയ്യുന്നത്. ആഹാ, ജോർജിന് ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടേയിരിക്കുവാണല്ലോ. നമ്മുടെ ബീതോവൻ ഇന്നേരം സവാരിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സകലരെയും പരിചയപ്പെട്ട് വെച്ചേക്കുവാ ഇവൻ. ചെല്ലുന്നിടത്തെല്ലാം പരിചയക്കാരാ. ഈ സമയം സ്കൂളിൽ നമ്മുടെ റെയ്സ് ബാസ്കറ്റ് ബോൾ കണ്ടുകൊണ്ട് അവളുടെ ക്രഷിനെ ട്യൂൺ ചെയ്യാൻ നോക്കുവാണ്. അവനാണേൽ നോ മൈൻഡ്. പാവം റെയ്സ് ചമ്മിപ്പോയി. അന്നേരം ജോർജ് ആണേൽ അവന്റെ എയർ ഫ്രഷ് കമ്പനിയിൽ ഒരു ഓർഡർ പിടിക്കുവാനുള്ള പെടാപാടിലാണ്. ശേഷം കാണിക്കുന്നത് ടെഡിനെയാണ്. അവനാണേൽ ഒരു പേടിത്തൊണ്ടനാ. അവന്റെ സ്കൂളിലെ പിള്ളേർ സംഘം വന്ന് ടെഡിനെ ചുമ്മാ അങ്ങ് വിരട്ടുവാന്നേ. പാവം നമ്മുടെ ടെഡ് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. ഈ സമയമാണ് നമ്മുടെ ബീതോവൻ നടന്ന് സ്കൂളിലേക്ക് എത്തുന്നത്. അന്നേരം റെയ്സ് അവന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. റെയ്സ് അവനോട് മാർക്കിനെ കുറിച്ചെല്ലാം പറയുന്നുമുണ്ട്. അവളുടെ ക്രഷില്ലേ, അവനാണ് മാർക്ക്. അത് കേട്ട ബീതോവൻ എന്ത് ചെയ്തെന്നോ, ഒരു കമ്പെടുത്തു പോയി മാർക്കിനെ അവളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് മാർക്കിന് അവളുടെ പേരറിയാമെന്ന് അവൾ മനസ്സിലാക്കുന്നത്. അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഈ സമയം ഇവിടെ കമ്പനി ഓർഡർ ക്ലിയർ ആയതിന്റെ ഹാപ്പിനെസ്സിലാണ് നമ്മുടെ ജോർജ്. അങ്ങനെ നമ്മുടെ ബീതോവൻ സവാരിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്താണ് നമ്മുടെ ടെഡിനെ ആ പയ്യന്മാർ വിരട്ടുന്നത് അവൻ കാണുന്നത്. അവൻ ടെഡിന്റെ അടുത്തേക്ക് ഓടിപ്പോകുവാണ്. ബീതോവനെ കണ്ട ആ പയ്യന്മാർ പേടിച്ചോടി. പക്ഷേ ടെഡ് അവനെ കണ്ടിരുന്നില്ല. ടെഡ് കരുതി അവന്റെ പവർ കണ്ടിട്ടാണ് അവന്മാർ ഓടിയതെന്ന്. അങ്ങനെ രാത്രിയിൽ നമ്മുടെ റെയ്സ് ബീതോവനോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് ജോർജ് വന്ന് ബീതോവനെ അവിടെ നിന്ന് ഓടിച്ചത്. നല്ല അനുസരണയുള്ള കുട്ടിയെ പോലെ ബീതോവൻ ഓടിപ്പോയി അവന്റെ കൂട്ടിൽ കിടക്കുന്നുണ്ട്.
എന്നിട്ട് ജോർജ് പോയപ്പോൾ ദേ എഴുന്നേറ്റ് വന്ന് വീണ്ടും വീട്ടിൽ കയറുന്നു. എന്നിട്ട് അവൻ ടിവിയും ഓണാക്കി ഇങ്ങനെ ഇരിക്കുക. ടിവിയുടെ സൗണ്ട് കേട്ട് ആലീസും ജോർജും താഴേക്ക് വന്നപ്പോഴേക്ക് അവൻ അവിടെ നിന്ന് മുങ്ങി. അവന്റെ ഒരു കുറുമ്പ് നോക്കിയേ. അങ്ങനെ ജോർജ് ടിവി എല്ലാം ഓഫാക്കി തിരികെ വന്ന് കിടക്കുന്നുണ്ട്. ദേ ബീതോവൻ ചെയ്ത അടുത്ത പണി നോക്കിയേ. അവരുടെ ബെഡിൽ കയറി കിടക്കുന്നുണ്ട്. ജോർജ് ആണെങ്കിൽ അത് ആലീസ് ആണെന്ന് കരുതിയിരിക്കുവാണ്. നോക്കുമ്പോഴുണ്ട് നമ്മുടെ ബീതോവൻ അവിടെ കിടക്കുന്നു. ഡാ നീ എന്റെ ജീവിതം നശിപ്പിച്ചല്ലോ എന്നെല്ലാം പറഞ്ഞ് അവനെ അയാളപ്പോൾ വഴക്ക് പറയുന്നുണ്ട്. ഈ സമയം തെരുവിലൊരു പട്ടിക്കുഞ്ഞ് വേസ്റ്റ് പെറുക്കുവാണ്. പെട്ടെന്നാണ് അതിന് ആ പെറ്റ് സപ്ലൈയിലെ ആളുകൾ പിടിക്കുന്നത് കാണിക്കുന്നത്. ശേഷം കാണിക്കുന്നത് ഒരാൾ ഈ പെറ്റ് സപ്ലൈയുടെ ഓണറിന് ഒരു തോക്കും കുറച്ച് പണവും കൊടുക്കുന്നതാണ്. ഇതുവരെയുള്ള ഇവരുടെ ലൈഫിൽ ഒരു ബ്ലാക്ക് ഹാൻഡ് പ്രവേശിക്കാൻ സമയമായോ എന്നൊരു സംശയം. നമുക്ക് നോക്കാം ബീതോവൻ പാർട്ട് 2 വീഡിയോയിൽ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞങ്ങളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ബീതോവൻ പാർട്ട് 2 വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.